കിച്ചണിനുള്ളിൽ പെറ്റ് കിടക്കുകയാണ് ഈ ആഴ്ചയിലെ ഹൗസ് ക്യാപ്റ്റനായ ജിഷിൻ. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ക്യാപ്റ്റൻസി നയിക്കുന്ന നമ്മുടെ ജിഷിനെ പറ്റി വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് മുമ്പായിട്ട് പ്രൊമോയിലൊക്കെ നിങ്ങൾ കണ്ട ആ തല്ല് നമ്മുടെ നെവിനും ഷാനവാസും തമ്മിലുള്ളത്, അത് ഏതായാലും നമ്മുടെ ലൈവിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് പ്രൊമോ ഒന്നുകൂടെ കാണേണ്ടി വന്നു, ആരാണ് ശരിക്കുള്ള ഇതിനകത്ത് തെറ്റുകാരൻ എന്ന് മനസ്സിലാക്കാനായിട്ട്. അതായത് ഷാനവാസ് തെറ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ തന്നെ പറയാം, ഷാനവാസ് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പ്രൊമോ ഒന്നുകൂടെ കാണേണ്ടി വന്നു. കാരണം ലൈവില് ഒരു പാത്രം തട്ടുന്നുണ്ട്. അപ്പൊ അത് ഷാനവാസ് തട്ടുന്നതാണോ, അത് എടുക്കുമ്പോഴത്തേക്ക് തെറിച്ച് ഗ്ലാസ്സിൽ തട്ടി ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്നതാണോ എന്ന് ലൈവിൽ നിന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. പ്രൊമോയിൽ നിന്ന് എനിക്ക് കറക്റ്റായിട്ട് കാര്യം കിട്ടി. അപ്പൊ സംഗതി വഴക്ക് തുടങ്ങുന്നത് നമ്മുടെ നെവിന് അത്യാവശ്യം മോഷണമുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആദ്യമൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു, നെവിൻ്റെ മോഷണങ്ങൾ നല്ല രസമുണ്ടായിരുന്നു. നെവിൻ ബാക്കിയുള്ളവരുമായിട്ട് അത് ഷെയർ ചെയ്യുക, എടുക്കുന്ന സാധനം, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നേ. പക്ഷേ ഈ 10-42 ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ ഒരു പരിപാടി നെവിൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തോ എനിക്ക് ഇത്തിരി അരോചകമായിട്ട് തോന്നുന്നുണ്ട്. കളി മാറ്റി പിടിക്കാം. ഇതിപ്പം നെവിൻ ഇന്ന് എന്താണ് നമ്മുടെ മല്ലിച്ചപ്പാന്ന് തോന്നുന്നു, അത് പോയിട്ട് നമ്മുടെ ഇവിടുന്ന് എടുക്കുന്നുണ്ട്. എവിടുന്നാണെന്നറിയോ? കിച്ചണിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഷാനവാസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പം ഷാനവാസ് ചോദ്യം ചെയ്യുമ്പോൾ ഒരു വില കൊടുക്കുന്നില്ല ഇവന്റെ ആട്ടുന്ന ഒരു സാധനം. എന്നിട്ട് ഇവൻ പോയി നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഇവന്റെ കഴിക്കുന്ന എന്താ ഫുഡിനകത്ത് അങ്ങോട്ട് ഇടാനാ. അപ്പൊ അവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഷാനവാസ് ഇങ്ങോട്ട് ചൂടായി വരുന്നുണ്ട്. ചൂടായി വന്നിട്ട് ഈ ബൗളിലോട്ട് പിടിച്ചു വലിക്കുകയാണെന്നാണ് ഞാൻ ആദ്യമേ വിചാരിച്ചത്. പക്ഷെ അങ്ങനല്ല. എനിക്ക് പ്രൊമോയിൽ ഞാൻ വീണ്ടും നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പിടിച്ചു വലിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങനെ ഒരു തട്ടുന്നുണ്ട് ഷാനവാസ്. ഈ തട്ടുമ്പോഴത്തേക്ക് അപ്പുറം ഇരിക്കുന്ന ഗ്ലാസ്സെ തട്ടി ആ ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ഹൗസിലെ ഒരു പ്രോപ്പർട്ടി നശിപ്പിച്ചു. ഷാനവാസിന്റെ ദേഷ്യം കൊള്ളാം, കാര്യം കാണിച്ചതും തെറ്റായിട്ടൊരു പരിധിയിൽ കൂടുതൽ ഷാനവാസ് ചൂടായതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഈ നെവിൻ ഇപ്പോഴും ഈ ഓരോന്ന് അവന് സ്വന്തമായിട്ട് വേണം, ഞാൻ ഇവിടെ എന്തോ വലിയ സെറ്റപ്പാണ്, ആ ഒരു സാധനമുണ്ട്. പിന്നെ നെവിന് തന്നെ സ്വന്തമായിട്ടൊരു ധാരണയുണ്ട്, നെവിൻ ഒരു എന്റർടൈനർ ആണ്, പുറത്ത് അങ്ങനെ നെവിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്, സത്യമാണ്. പക്ഷെ ഇത് ഒരു പരിധിയിൽ കൂടുതൽ ഈ എന്റർടൈൻമെന്റിന് വേണ്ടി നെവിനി കാണിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വെറുപ്പ് വരും. അതാണ് ഇപ്പം നെവിൻ്റെ കേസിൽ ഈ ഒരു വിഷയത്തിൽ എനിക്ക് മനസ്സിലായത്. പിന്നെ നമ്മുടെ കപ്പ് പൊട്ടുന്നുണ്ട്, അതിനുശേഷം ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുന്നുണ്ട്. അതായത് പരിധി ലംഘിക്കാൻ പാടില്ല എന്നൊക്കെ ബിഗ് ബോസ് വിളിച്ചു പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഈ കിച്ചന്റെ ക്യാപ്റ്റൻ അനുമോളാണ്, ലേഡീസിനെയാണ് ഈ തവണ അല്ലെങ്കിൽ ഈ ഒരാഴ്ച എല്ലാത്തിൻ്റെയും വെസൽ ടീമിൻ്റെ ഒക്കെ എന്താണ് ക്യാപ്റ്റൻ, കിച്ചൺ വെസൽ ടീം, നമ്മുടെ ബാത്റൂം എല്ലാം ലേഡീസിനെയാണ് ആക്കിയിരിക്കുന്നത്. പക്ഷെ അനുമോൾക്ക് ഇപ്രാവശ്യം വലിയൊരു വോയിസ് കിച്ചണിൽ ഇല്ലാത്തതുപോലെ. വോയിസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വോയിസ് ഒക്കെ ഉണ്ട്, പക്ഷേ അനുമോളെ വെല്ലുന്ന ഒരാൾ നമ്മുടെ കിച്ചണിൽ തന്നെ ഉണ്ട്. അത് വേറെ ആരുമല്ല, ഹൗസ് ക്യാപ്റ്റൻ കിച്ചണിൽ നിന്ന് ഇറങ്ങി ഞാൻ കാണുന്നില്ല. ഇവൻ എന്തിനാണ് ഹൗസ് ക്യാപ്റ്റൻ ആക്കിയത് ഇവനെ? സത്യമായിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കിച്ചണിൽ തന്നെ ഭക്ഷണങ്ങൾ ഉണ്ടാകുന്നു, ചപ്പാത്തി ഉണ്ടാക്കുന്നു, അതൊക്കെ കിച്ചണിലുള്ളവരുടെ ജോലിയാണ്. പിന്നെ ക്യാപ്റ്റന് ചെയ്യാം, തെറ്റൊന്നുമില്ല, ക്യാപ്റ്റന് ചെയ്യാം. പക്ഷേ ഇത് ചെയ്യാനാണോ ഇദ്ദേഹം ക്യാപ്റ്റൻ ആയത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നോമിനേഷൻ നടക്കുന്നുണ്ട് കേട്ടോ. കിച്ചണിൻ്റെ ആ ഒരു പരിപാടിയെ പറ്റി, നമ്മുടെ ജിഷിനെ പറ്റി സംസാരിക്കാം. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പം ഇതിന് മുമ്പായിട്ട് ഈ റന ഫാത്തിമ നമ്മുടെ ജിഷിനായിട്ടൊരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. അതിന് മുമ്പാണ് നോമിനേഷൻ, ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു. ഈ ഓപ്പൺ നോമിനേഷൻ സമയത്ത് നമ്മുടെ ഷാനവാസ് നെവിൻ്റെ പേരാണ് പറയുന്നത്. അതിന് ചൂണ്ടിക്കാണിക്കുന്ന ഇന്നത്തെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂടാതെ ഷാനവാസ് ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചു. ആ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. ഷാനവാസ് പറയുന്നുണ്ട്, ഇത്രയും കാലം ഞാൻ പറയാതിരുന്നൊരു കാര്യമാണ്, നെവിൻ ഡബിൾ മീനിങ്ങിൽ പല കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് എന്നോട് എന്ന് ഷാനവാസ് ചൂണ്ടിക്കാണിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയട്ടെ, ഇന്നത്തെ ദേഷ്യത്തിൻ്റെ പേരിലാണ് ആ ഒരു സാധനം എടുത്തിട്ടെങ്കിൽ ഷാനവാസ് അത് മോശമായിപ്പോയി. അതല്ല, ശരിക്കും നെവിൻ അങ്ങനത്തെ പരിപാടികൾ കാണിക്കാറുണ്ട്. ഇന്നത്തെ ഇതും കൂടെ കണ്ടപ്പം മൊത്തത്തിൽ അങ്ങ് ദേഷ്യം കയറി ഉള്ളതെല്ലാം അങ്ങ് പുറത്തേക്ക് തട്ടിയതാണെങ്കിൽ ഓക്കെ, അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാണുമായിരിക്കും. കാരണം നെവിൻ്റെ ചില സമയത്തെ ഒരു ആറ്റിറ്റ്യൂഡ്, ചില സമയത്തെ ബിഹേവിയർ, എന്റർടൈനറാണ് വീണ്ടും ഞാൻ പറയുന്നു, പക്ഷെ ചില സമയത്ത് നെവിൻ്റെ പരിപാടികൾ യോജിക്കാൻ പറ്റാത്തതാണ്. മനസ്സിലായില്ലേ? ഷാനവാസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷാനവാസ് ഇത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ നെവിനൊന്നുമില്ല, അബി വന്നിട്ട് പിന്നെ പറയുമ്പോഴത്തേക്ക് ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. കാരണം ഈ ഒരു കേസ് പറഞ്ഞിട്ടാണ് മെയിൻലി നോമിനേറ്റ് ചെയ്യുന്നത്. നെവിനെ അങ്ങനെ ഒറ്റയ്ക്കാക്കരുത്, ഒരുത്തനെ വ്യക്തിപരമായി വ്യക്തിഹത്യ ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അബി ഷാനവാസിൻ്റെ പേരെന്തായാലും പറയുന്നത്. വ്യക്തിഹത്യ ചെയ്യുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു,
എന്റർടൈനർ ആണ്, എന്റർടൈൻമെന്റ് കൊണ്ടുവരുന്നുണ്ട്, അവിടെ അകത്ത് തമാശകൾ കാണിക്കുന്നുണ്ട്, നമ്മൾ ജനങ്ങളെ ഇടയ്ക്കെങ്കിലും ഇച്ചിരി തമാശ കാണിച്ച് സന്തോഷിപ്പിക്കുന്നത് നെവിനാണ് പ്രോബബ്ലി അതിനകത്ത്. പക്ഷെ എന്ന് വെച്ചിട്ട് മോഷണം ഇത്രയും ദിവസമായിട്ടും ഒരു പരിധി വിട്ടിട്ടുള്ള മോഷണം, അതിന്റെ പേരിലുള്ള വഴക്ക്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ക്യാപ്റ്റൻ ആണെങ്കിലും ശരി, ഹൗസ് ക്യാപ്റ്റൻ ആണെങ്കിലും ശരി, ഇപ്പൊ കിച്ചൺ ക്യാപ്റ്റൻ അല്ലെങ്കിൽ നെവിൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ബാത്റൂം ടീം ആണെങ്കിലും ക്യാപ്റ്റൻ പറഞ്ഞാലും ശരി, പുള്ളിക്കൊരു വിലയില്ല. അത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഗെയിം കളിക്കാനാണ് ചെന്നിരിക്കുന്നത്, ഗെയിം കളിക്കാം, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലായില്ലേ, ചെയ്യേണ്ട കാര്യങ്ങൾ അത് നെവിൻ തന്നെ ചെയ്യണ്ടേ. അത് ബാക്കിയുള്ളവരെ ഏൽപ്പിക്കുക, പ്രത്യേകിച്ച് ജിസൈലിനെയൊക്കെ പാത്രം കഴുകാൻ ഏൽപ്പിക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾ നെവിൻ ചെയ്യുന്നതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം അതവിടെ നിൽക്കട്ടെ. അത് കഴിയുമ്പോഴാണ് നമ്മുടെ ജിഷിൻ, റെന ഫാത്തിമ, ഈ ഒരു വിഷയത്തിൽ എനിക്ക് റെന ഫാത്തിമയുടെ കൂടെ നിൽക്കാനാണ് തോന്നുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് ഞാൻ വിമർശിക്കുന്ന ഒരാളാണ് റെന ഫാത്തിമയെ. പക്ഷെ ഇതിൽ ഈ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്, ജിഷിൻ ചപ്പാത്തിയാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. ഓക്കെ, ക്യാപ്റ്റനാണ്, കൂടാതെ പോട്ടെ, ചോറെല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പം റെന ഫാത്തിമ പറയുന്നു എനിക്കും ചപ്പാത്തി മതി. അപ്പൊ ജിഷിൻ പറയുന്നു മറ്റേ എന്താണ് ഈ ബിന്നി എടുക്കലോ എവിടെയോ പോയിട്ട് ഇവള് ചോറ് കുറച്ച് തിന്നുന്ന കണ്ടു, അപ്പം ചോറിന്റെ കൂടെ ഉള്ളത് മട്ടൻ കറിയോ എന്തോ ആണ്, അപ്പം നിനക്ക് നോൺ വെജ് വേണ്ട എന്നാണെങ്കിൽ നിനക്ക് ഞാൻ ചപ്പാത്തി തരാന്നൊക്കെ പറയുന്നുണ്ട്, ചപ്പാത്തി കൊടുക്കാമെന്നും പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഇതിന്റെ പേര് ഒരു ചപ്പാത്തിയുടെയും ചോറിന്റെ ഒക്കെ പ്രശ്നം പറഞ്ഞ് വച്ച ഉണ്ടാക്കുക. അതും ഹൗസ് ക്യാപ്റ്റൻ തന്നെയാണ് ആ പ്രശ്നത്തിന്റെ വില്ല്. ഒന്ന് ആലോചിച്ച് നിങ്ങൾ, ഈ ഹൗസ് ക്യാപ്റ്റൻ അവിടെ കിച്ചൺ ടീമിലെ ഒരാളും ഈ റെന ഫാത്തിമയും കൂടെ ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ സോൾവ് ആക്കാൻ ചെല്ലേണ്ട ഒരു വ്യക്തിയാണ്. ഇത് നേരെ ഉൾട്ട, പുള്ളിയും റെന ഫാത്തിമയും കൂടെ, പുള്ളി അകത്ത് കയറി കുക്ക് ചെയ്യുന്നു. എനിക്കത് മനസ്സിലാവുന്നില്ല. പുള്ളി ഓക്കെ, പുള്ളി നല്ലൊരു കുക്കാണ്, പുള്ളി എല്ലാവർക്കും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഒരു ഹൗസ് ക്യാപ്റ്റൻ ആകുമ്പോൾ ഹൗസ് ക്യാപ്റ്റൻ എങ്ങനെയാണോ നിൽക്കേണ്ടത് അങ്ങനെ വേണ്ട നിൽക്കാൻ. അപ്പോഴും കിച്ചണിൽ കയറി എല്ലാവരെയും ഞാൻ സ്നേഹിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് കാണിക്കുന്ന ആ ഒരു പരിപാടിയോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കിച്ചൺ ടീമിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ക്യാപ്റ്റൻ അനുമോളാണ്, അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കും, അനുമോൾക്ക് അതിനകത്ത് നിന്ന് കണ്ടന്റ് ഉണ്ടാക്കാനും അറിയാം, മനസ്സിലായില്ലേ? അപ്പൊ അനുമോൾ അത് ചെയ്യട്ടെ. അവിടെ ജിഷിൻ കയറി എന്ന് വെച്ചിട്ട് ഞാൻ മറ്റേ അനുമോൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ജിഷി മാറി കൊടുക്കണം അങ്ങനല്ല പറയുന്നത്. പക്ഷേ ജിഷിന് വേറെ സ്ഥലങ്ങളുണ്ട്. ഒരു ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ പല രീതിയിൽ പല ടൈപ്പ് ഓഫ് കോണ്ടന്റ്സ് ഉണ്ടാക്കാം. ഇത് അതിലൊന്നും പോവാതെ ഒരു ചപ്പാത്തിയുടെയും മട്ടൻ കറിയുടെയും ഒക്കെ പുറകെ പോകുന്നതിനോട് എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് യോജിപ്പില്ല. ഇത് റെന പറയുന്നുണ്ട് ഞാൻ ചോറേ കഴിച്ചുള്ളൂ, ഞാൻ നോൺ വെജ് കഴിച്ചിട്ടില്ല, നോൺ വെജ് ഞാൻ കഴിച്ചെങ്കിൽ എനിക്ക് ചപ്പാത്തി തരണ്ട, ഞാൻ നോൺ വെജ് കഴിച്ചിട്ടില്ല, ഇത്തിരി പിന്നീടൊക്കെ പോയപ്പോൾ ചോറ്, അത്രേ ഉള്ളൂ, അത് അത്രേ ഉള്ളൂ, നിങ്ങൾ ചപ്പാത്തി താ, ഞാൻ വെജ് കറി കൂട്ടി കഴിച്ചോളാം എന്ന് പറയുമ്പോഴത്തേക്ക് ജിഷിൻ അങ്ങ് പൊല്ലാപ്പാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ജിസയിലും ഇന്ന് ജിഷിനെ സപ്പോർട്ട് ചെയ്ത് മുന്നിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്തോ വലിയ കാറ്റും കോളും ഒക്കെ വരാനുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു, നമ്മുടെ നോമിനേഷൻ. ഈ നോമിനേഷൻ സമയത്ത് ഞാനൊരു കാര്യം ശ്രദ്ധിച്ച്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോമിനേറ്റ് ചെയ്തോട്ടെ, പക്ഷേ ഈ ബിന്നി ആര്യനെ നോമിനേറ്റ് ചെയ്യും, ബിന്നിയെ ജിസയിൽ നോമിനേറ്റ് ചെയ്യും. ആ ഒരു കളി ഇവരുടെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്നറിയത്തില്ല. ബിന്നി മെയിൻലി ആര്യനിട്ട് കൊടുക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിസൈലിൻ്റെ വാല്. സത്യമാണ്, അല്ലാന്നൊന്നും നമുക്കാർക്കും പറയാൻ പറ്റത്തില്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഒരു വാലാണ്. ഇന്നും കുറച്ച് മുന്നേ കണ്ടു ജിഷിൻ്റെയും ഈ റെനയുടെയും കേസിൽ ജിസൈൽ സംസാരിക്കുമ്പോഴത്തേക്ക് അവിടെ ആര്യൻ വന്ന് സൈഡിൽ ഇങ്ങനെ നിൽക്കും, എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാനുണ്ട്, അവൾ എന്തു പറഞ്ഞാലും ശരിയാണ്. ഈ ഒരു മൂഡ് കാണിച്ചിട്ട്, ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ടുള്ള ഒരു ആര്യനുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല, അതിന് വേണ്ടിയിട്ട് ആര്യൻ അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറത്തേക്ക് വരുന്നതായിരിക്കും നല്ലത്, അവരവിടെ ഒന്ന് ഗെയിം കളിക്കട്ടെ. ജിസൈൽ സത്യം പറഞ്ഞാൽ ഈ ആര്യനെ ഇങ്ങനെ സൈഡിൽ പിടിച്ചൊരു പൊട്ടനാക്കി നിർത്തിയിരിക്കുന്നത് പോലും ജിസൈലിൻ്റെ ഒരു ഗെയിം ആയിരിക്കാം. കാരണം ജിസൈൽ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ ഞാൻ മറ്റേ ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ വാല്യൂ, ഹ്യൂമാനിറ്റി, ഇതൊക്കെ കാണിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു ഗെയിമിന് വേണ്ടി ആയിക്കൂടെ? കാരണം ഇതൊരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം അല്ലേ, അവിടെ ഗെയിം കളിക്കാനല്ലേ ചെന്നത്. ഇതൊക്കെ അവസാനം ജിസൈലിൻ്റെ ഒരു ഗെയിമാണ് എന്ന് പുറത്തു വന്നാലോ? എനിക്കറിയില്ല. എന്താണെങ്കിലും ഇവരുടെ ഇടയ്ക്ക് ഒരു ട്രയാങ്കിൾ പോലെ ഈ ഒരു പരിപാടി കാണുന്നുണ്ട്. ഇത് കുറച്ചായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല. ജിസൈലിനിട്ട് ജിസൈലിനല്ല ആര്യനിട്ട് ബിന്നി കൊടുക്കും, ബിന്നിക്കിട്ട് ആര്യൻ ഡയറക്റ്റ് കൊടുക്കത്തില്ല, ജിസൈലാണ് കൊടുക്കുന്നത്. അത് കുഴപ്പമില്ല, ഒരു ഗെയിം ആയിരിക്കാം, ഒരു നല്ല ഗെയിമായി മാറട്ടെ, അതൊക്കെ മനസ്സിലായില്ലേ? പക്ഷെ ആര്യൻ്റെ നിപ്പ് ജിസൈൽ അത് കൊടുക്കുന്നതിനകത്ത് കാര്യമുണ്ട്. പക്ഷെ ആര്യൻ അപ്പോഴും ഒരു സഹായി, ഒരു മറ്റേ എന്താണ് തോഴൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു മറ്റേ ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരില്ലേ, ആ ജോലിയെ ഞാൻ കുറ്റമായിട്ട് കണ്ടൊന്നുമല്ല. പക്ഷെ ആ ഒരു നിപ്പാണ് ഇവ നിൽക്കുന്നത്. മുതലാളിയെ മറ്റേ സേവിച്ച് നിൽക്കുന്ന ഒരു ഗെയിം കളിക്കാൻ ചെന്നിട്ട് അങ്ങനെ നിൽക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എന്തായാലും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ, എന്നിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.